ഹലോ, സലാം സാഗറാണ് കേട്ടോ. ഞാനിവിടെ വയനാട് വന്ന സമയത്ത്, കൽപ്പറ്റ വന്ന സമയത്ത് ഒരു അടിപൊളി കലാകാരിയെ കണ്ടുമുട്ടിട്ടോ. കാരണം കാതിക എന്ന് തന്നെ പറയാം. ഒരു കഥാപ്രസംഗമാണ് ഇവരെ ഏറ്റവും വലിയ, ഒരുപാട് കഴിവുള്ള ഒരു കലാകാരിയാണ്. നമുക്ക് വേണ്ടി കഥാപ്രസംഗത്തിലെ ഒരു 3-4 വരികളെ ഒന്ന് അവതരിപ്പിക്കും. പോലെ അമൃത പ്രദീപ് അല്ലെ? അമൃത പ്രദീപ്, കൽപ്പറ്റ. ഓക്കെ, പറഞ്ഞില്ല. കണ്ണകിയിലെ ചെറിയ ഭാഗം കേട്ടോ. കോവിലൻ പിറ്റേന്ന് തന്നെ ചിലമ്പ് വിൽക്കുന്നതിനായി മധുരയിലേക്ക് പുറപ്പെട്ടു. ചിലമ്പ് വാങ്ങിയ തട്ടാൻ തിരിച്ചും മറിച്ചും നോക്കി. ഉക്കാറുമ്പോ കൊഞ്ച നേരം ഉക്കാറുമ്പോ ഞാനിതേ വന്നിട്ട്. അല്പനേരം കഴിഞ്ഞ് ഒരു കുതിരവണ്ടി പാഞ്ഞ് കടയുടെ മുമ്പിൽ വന്നു നിന്നു. ചാടിയിറങ്ങിയ രാജഭടന്മാർ കോവിലനെ വണ്ടിയിലേക്ക് വലിച്ചിഴച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പ് കെട്ട പെരും കള്ള, കയറടാ വണ്ടിയിൽ. വാർത്ത കാട്ടുതീയായി. അവിടെ കൊട്ടാരത്തിലെത്തിയ പാണ്ഡ്യമന്നൻ ചിലമ്പുയർത്തിക്കാട്ടി അലറി, തലവെട്ടിയെരിയുവൻ തെരുവിളിക്കള്ളനെ, ഇനിമേലിൽ ഇതുപോൽ കവർച്ചയുണ്ടാകൊല. ഇത് പാഠം ഈ പാണ്ഡ്യമന്യന്റെ ശാസനം, കരുതി വരുവീടണം മധുരയ്ക്ക് മാതൃക. ഒന്നൊച്ച വെക്കാനോ കുറയ്ക്ക് കരയാനോ കഴിയുന്നതിന് മുന്നേ കോവിലന്റെ തല തെറിച്ചു വീണു. ചുടുരക്തം ചീറ്റി ഒഴുകി. വാർത്തയെറിഞ്ഞ കണ്ണകി അഴിഞ്ഞുള്ളിയ മുടിയോടെ തീപ്പാറുന്ന കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് ഓടി. തന്റെ പ്രിയതമന്റെ ചുടുചോര കൊണ്ട് തുടുകുറി ചാർത്തി സിംഹാസനത്തിലിരിക്കുന്ന മന്നനെ നോക്കിക്കൊണ്ട് അവൾ അലറി, അധികാരമത്തനായി അലറുന്ന മന്നവ, അപരാധിയോ എന്റെ കാന്തൻ. തലതെറ്റി നീ ചെയ്ത രുധിരമീ സാക്ഷി, അറിയാത്ത പൊരുളറിഞ്ഞോളൂ. തലവെട്ടി നീ പെയ്ത രുധിരമീ സാക്ഷി, അറിയാത്ത പൊരുളറിഞ്ഞോളൂ. ഓക്കെ.